പാഠ്യപദ്ധതിയിൽ ഈ അഭിനയത്തിന് വലിയൊരു സാധ്യതയാണ് തന്നിട്ടുള്ളത്. മരിച്ച സ്ഥാനത്ത് വെച്ച ഒരു തെങ്ങ് വളർന്നൊരു തെങ്ങായി നിൽക്കുന്ന മുത്തശ്ശൻ മുത്തശ്ശി പാഠഭാഗങ്ങളെ നാടകം ആക്കുക എന്നുള്ളത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നാടകമാണ്. ചെറുപ്പകാലം മുതലേ നാടകത്തിനോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. ഈ അവധി പീരീഡുകളിലൊക്കെ കളി പീരീഡുകളിലൊക്കെ ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് കെട്ടിച്ചമച്ച നാടകങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ചൊരു കഥയൊന്നും ഇല്ലാതെ എന്തൊക്കെയോ കഥയറിയാതെ കുറേ നാടകങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് അതിന് ഹൈസ്കൂളൊക്കെ എത്തിയപ്പോഴാണ് അതിൻ്റെ സീരിയസ് ആയിട്ട് നാടകം എങ്ങനെ കളിക്കണം എന്നൊക്കെ ഞങ്ങളുടെ മാഷന്മാർ പഠിപ്പിച്ചു തന്നത്. കോളേജിലെത്തിയപ്പോഴേക്കും ശരിക്കും അതിൻ്റെ സ്കൂളിംഗ് ഒക്കെ കിട്ടി, കൃത്യമായൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ അധ്യാപികയായപ്പോഴാണ് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ഈ ഒരു നല്ല ഒരു മാധ്യമമാണ് ഈ ഒരു നാടകം എന്ന് മനസ്സിലാക്കിയത്. ആ സമയത്ത് ഞാൻ അമേച്ചർ നാടകരംഗത്ത് സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നാടകത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു അറിവ് എൻ്റെ ക്ലാസ് റൂമുകളിലേക്ക് അധ്യാപിക എന്ന നിലയ്ക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാഠഭാഗങ്ങളെ നാടകം ആക്കുക എന്നുള്ളത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഗ്രൂപ്പാക്കി തിരിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നു. അപ്പോൾ കൊടുക്കുമ്പോൾ കുട്ടികളത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ നമ്മളത് പാഠം പഠിപ്പിച്ച് കഴിയുമ്പോൾ അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് കുട്ടികൾ ചിന്തിക്കും. ആരൊക്കെയാണ് അത്, ഓരോ കുട്ടികൾ അതിനായിട്ട് ഫിക്സ് ചെയ്യും. പിന്നെ എന്ത് പറയണം, അതിലെ പ്രധാനമായ സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നു. ആ സന്ദർഭങ്ങളെ മാത്രം കുട്ടികൾ എടുക്കുന്നു. അത് പിന്നെ ഓരോ ക്യാരക്ടറെ നിശ്ചയിക്കുന്നു, അതിനുവേണ്ടിയുള്ള പ്രോപ്പർട്ടി ഉണ്ടാക്കുന്നു. അപ്പോൾ നാടകം എന്ന് പറയുമ്പോൾ ഒരുപാട് കലകളുടെ ഒരു സമ്മേളനമാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരേ ആവില്ല ഉണ്ടാവുക. അപ്പോൾ ചില കുട്ടികൾക്ക് സ്ക്രിപ്റ്റ് എഴുതാനായിരിക്കും, ചില കുട്ടികൾക്ക് അതിൻ്റെ വേണ്ട പാട്ടുകൾ എഴുതാനായിരിക്കും, ചിലവർക്ക് അഭിനയിക്കാനായിരിക്കും, ചില കുട്ടികൾ അതിന് പ്രോപ്പർട്ടി ആർട്ട് വർക്ക് ചെയ്യാനായിരിക്കും, ചില കുട്ടികൾക്ക് അതിന് അവതരിപ്പിക്കുന്ന സമയത്ത് മ്യൂസിക് പ്ലേ ചെയ്യാൻ ലാപ്ടോപ്പ് ഉപയോഗിക്കാനായിരിക്കും. അപ്പോൾ ഒരു പെർഫോമൻസ് കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസമാണ്. മാത്രമല്ല ആ ഒരു പഠിക്കുന്ന ഭാഷയോട് അവർ അടുക്കുകയും ചെയ്യും. ഞാൻ മലയാളം ഇംഗ്ലീഷുമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാഠ്യപദ്ധതിയിൽ ഈ അഭിനയത്തിന് വലിയൊരു സാധ്യതയാണ് തന്നിട്ടുള്ളത്. പ്രവർത്തനങ്ങളൊക്കെ ആ രീതിയിലാണ് പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചപ്പോൾ എനിക്ക് കൂട്ടായിട്ട് എൻ്റെ നാടകം തന്നെയാണ് ഉണ്ടായത്. കാരണം എൻ്റെ സിനിമ ആരും കണ്ട് വിലയിരുത്താനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു 6 മാസം, ഈ അവാർഡ് പ്രഖ്യാപനത്തിൻ്റെ 6 മാസം മുന്നെയാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാധവിക്കുട്ടിയുടെ വേനലിൻ്റെ ഒഴിവ് എന്നുള്ള കഥ എനിക്ക് തോന്നിയതൊരു ഏകപാത്ര നാടകമായിട്ട് അവതരിപ്പിച്ചാലോ. അങ്ങനെ ഞാൻ എൻ്റെ നാടക തറവാടായിട്ടുള്ള കലാപാഠശാല ആറങ്ങോട്ടുകരയിൽ ശ്രീജ നാരായണൻ ഇവരെ പോയി കാണുകയും ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ അതിലെ എന്താണ് അതിൻ്റെ തീമെന്ന് കണ്ടെത്തുകയും അതിൻ്റെ ഏത് രീതിയിലാണ് അതിനെ. അപ്പോൾ ഈ കഥയിൽ വേനലിൻ്റെ ഒഴിവ് എന്നുള്ള കഥയിൽ അമ്മുവിൻ്റെ വേർഷനിലാണ് കഥ പറയുന്നത്. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ അമ്മുവിൻ്റെ വേർഷനിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ മാറ്റി മുത്തശ്ശിയുടെ വേർഷനായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഏത് രീതിയിൽ അതിനെ ഡയലോഗുകൾ എങ്ങനെയായിരിക്കണം, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ ആ കഥയിൽ പറയുന്നതായിരിക്കില്ല, പക്ഷെ എന്നാൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഡയലോഗുകളായിരിക്കും. ചർച്ചയിലൂടെയാണ് നമ്മളത് ചെയ്യുക. അതിനുശേഷം ആണ് ശ്രീജ ആറങ്ങോട്ടുകരയാണ് അത് രചിച്ചത്. പിന്നെ അവരുടെ ഭർത്താവായിട്ടുള്ള നാരായണേട്ടൻ അവർ അതിനെ ഡയറക്റ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഒരു വരിയാണ് അതിലുള്ളത്. മരിച്ചവരെ മറവ് ചെയ്ത് സ്ഥാനത്ത് ഉയർന്നു പൊങ്ങി നിൽക്കുന്ന, വളർന്നു നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളിൽ ഏകയായിട്ട് നിൽക്കുന്ന ഒരു ഞാവൽ മരം എന്ന് പറയുന്ന ഒരൊറ്റ വരിയെ ഒരൊറ്റ സീനാക്കി മാറ്റി. വളരെ അത്ഭുതകരമായൊരു കാഴ്ചയായിരുന്നു അത്. അപ്പോൾ ആ നാടകം എങ്ങനെ ഉണ്ടാവുന്നു എന്ന് കൂടി ഞാൻ പഠിക്കുന്ന ഒരു രീതി അതായിരുന്നു. ഒരൊറ്റ വരിയെ ഒരൊറ്റ സീനാക്കി മാറ്റുക. അപ്പോൾ ആ തെങ്ങും തോപ്പിൽ അമ്മ മരിച്ചു നിൽക്കുന്നുണ്ട്, മുത്തശ്ശൻ മരിച്ചു നിൽക്കുന്നുണ്ട്, മരിച്ച സ്ഥാനത്ത് വെച്ച ഒരു തെങ്ങ് വളർന്നൊരു തെങ്ങായി നിൽക്കുന്ന മുത്തശ്ശൻ മുത്തശ്ശി, അമ്മ, മരിച്ചുപോയ മകള്, ഇവരൊക്കെ സംസാരിച്ചുകൊണ്ട് എന്താ പറയുക, തൻ്റെ ജീവിതം അങ്ങനെ സജീവമാക്കി വെക്കുന്ന ഒരു മുത്തശ്ശിയുടെ ഒരു കാഴ്ചയാണ് അതിൽ കാണുന്നത്. അപ്പോൾ ഒരൊറ്റ വാചകത്തിന് ഒരു സീനൊക്കെ ആക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്കൊരു നാടകത്തിൻ്റെ ആ പ്രോസസ്സിലൂടെ കാണാൻ സാധിക്കുക. അതിൻ്റെ ഏകപാത്ര നാടകം എന്ന് പറയുമ്പോൾ ഒരൊറ്റ ആൾ മറ്റ് പരിസരത്തിനോട്
സമ്മതിക്കുന്നതായിട്ടാണ് ഒരു ഏകപാത്ര നാടകം എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് വേദികളിലായി അത് കളിച്ച് നടക്കുന്നു, നല്ല സ്വീകാര്യത കിട്ടുന്നുണ്ട്, കുട്ടികളും അത് നന്നായിട്ട് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അത്തരം നാടകം എനിക്ക് ചേർത്ത് പിടിക്കാൻ ഈ അവസരത്തിൽ കഴിഞ്ഞതിൽ.